ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഹോംവർക്കായിട്ട് തന്ന ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ്റെ ക്ലാസ്സാണ് കേട്ടോ. ആ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ എക്സ്പ്ലനേഷൻ്റെ ക്ലാസ്സാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നോൺ ഹോമോജീനിയസ് ഇക്വേഷനും അതേപോലെ തന്നെ ഹോമോജീനിയസ് ഇക്വേഷൻ്റെയും സൊല്യൂഷൻസ് തമ്മിലുള്ള റിലേഷനായിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലേ. ഒരു നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ സെറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അതിൻ്റെ ഹോമോജീനിയസ് പാർട്ടിൻ്റെ സൊല്യൂഷൻ പ്ലസ് ദ പെർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദ നോൺ ഹോമോജീനിയസ് വൺ അല്ലേ. ഇതിൽ ഒരു പാർട്ടെന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ ഹോമോജീനിയസ് സെറ്റ് എന്താണോ അതിൻ്റെ അതേ സൊല്യൂഷൻ ആയിരിക്കും നോൺ ഹോമോജീനിയസിൻ്റെ ഉള്ളിൽ വരിക. ഒരു പാർട്ട് അതായിരിക്കും, മറ്റേതൊരു പെർട്ടിക്കുലർ വെക്ടറും വരും അല്ലേ. സോ ആ ഒരു ഫോമിലായിരിക്കും നമുക്ക് എന്ത് പറയാൻ പറ്റുക? ഒരു നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു അല്ലേ. നമുക്കൊരു പി ടി പ്ലസ് വി നമ്മൾ പറയുകയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു സം പി പ്ലസ് ടി വി ഇങ്ങനെ കിട്ടും അല്ലേ. അത് ടി വി എന്ന് പറയുന്നവരായിരിക്കും. ടി വി എന്ന് പറയുന്ന ഈ വെക്ടർ എന്ന് പറയുന്നത്, ടി എന്ന് പറയുന്നത് നമ്മുടെ ഇനി വേരിയബിൾ ആയിരിക്കും, വി എന്ന് പറയുന്ന വെക്ടർ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് നമ്മുടെ കറസ്പോണ്ടിങ് ആ സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് പാർട്ടില്ലേ, ആ ഹോമോജീനിയസ് പാർട്ടിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. പി എന്ന് പറയുന്നത് പെർട്ടിക്കുലർ സൊല്യൂഷനും. ഓക്കെ, പി ഈസ് പെർട്ടിക്കുലർ സൊല്യൂഷൻ. ഞാൻ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് സോൾവ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഹോമോജീനിയസും ഹോമോജീനിയസ് സെറ്റും കൂടെ എടുത്തതാണ് അല്ലേ. x1 പ്ലസ് 3x2 പ്ലസ് x3 ഈക്വൽ ടു 0 മൈനസ് 4x1 മൈനസ് 9x2 പ്ലസ് 2x3 ഈക്വൽ ടു 0 മൈനസ് 3x2 മൈനസ് 6x3 ഈക്വൽ ടു 0. ഓക്കെ, സോ ദിസ് വാസ് ദി ഇക്വേഷൻ. നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഞാനിത് ഇതിൻ്റെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ നോൺ ഹോമോജീനിയസ് ഇപ്പുറത്ത് ചെയ്താൽ അല്ലേ. പ്ലസ് x3 ഈക്വൽ ടു 1 മൈനസ് 4x1 മൈനസ് 9x2 പ്ലസ് 2x3 ഈക്വൽ ടു മൈനസ് 1 മൈനസ് 3x2 minus 6x3 equal to minus 3. Okay, so this is the two set. ഇത് ഹോമോജീനിയസ് പാർട്ടാണ്, ഇത് നോൺ ഹോമോജീനിയസ് പാർട്ടാണ്. നമുക്കറിയാം. ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം അല്ലേ. ഞാൻ പറഞ്ഞു ഏകദേശം സ്റ്റെപ്സൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, പിന്നെ ഇത് എന്ത് പറയാം, നമുക്ക് ബി പാർട്ട് ചെയ്യുന്ന അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഏകദേശം ചെയ്യുമ്പോൾ തന്നെയായിരിക്കും. അവിടെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻസും കാര്യങ്ങളൊക്കെ. പക്ഷെ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ ചെയ്ത് നോക്കാം അല്ലേ. 1 3 1 0 മൈനസ് അപ്പം എന്താണ് വരിക? മൈനസ് 4 മൈനസ് 9 2 0 x2 ഇല്ല 0 മൈനസ് 3 മൈനസ് 6 0. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ തെറ്റായിട്ട് വരുന്നത് അല്ലേ. ശരിക്കും നമുക്ക് ഇത് നോൺ ഹോമോജീനിയസ് പാർട്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ തന്ന് ഇയാളുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇയാളുടെ സൊല്യൂഷനിൽ നിന്ന് നമ്മൾ ആ ഫസ്റ്റ് പാർട്ട് മാത്രം എടുത്താൽ മതി അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വരുമ്പോൾ എന്താ വരിക? 1 3 1 1 മൈനസ് 4 മൈനസ് 9 2 മൈനസ് 1 മൈനസ് 3 മൈനസ് 6 മൈനസ് 3 വരത്തില്ല, ദാറ്റ് ഈസ് 4x2 സോറി 0 മൈനസ് 3 മൈനസ് 6 മൈനസ് 3 അല്ലേ. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഇക്വേഷൻ ഉണ്ടാവുക അല്ലേ. നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒരുമിച്ച് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇത് ട്രാൻസ്ഫോർമേഷൻസ് കൊടുത്ത് പോകാം. രണ്ട് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുന്നതിൽ നമുക്ക് ഫോർ ബോത്ത് എന്ത് ചെയ്യാം? R2 ചേഞ്ചസ് ടു R2 എന്താ സംഭവിക്കുക? R2നെ എങ്ങനെ നമുക്ക് ലീഡിങ് എലമെൻറ്റ് വെച്ച് ചെയ്ത് വെക്കാം? R2 പ്ലസ് 4R1 അല്ലേ. രണ്ടിടത്തും അതിനെ ചെയ്യാം കേട്ടോ. സോ ഒരുമിച്ച് ചെയ്യുന്നതിന് കുറച്ചും കൂടെ ബെറ്റർ. എന്നാലും നിങ്ങൾക്ക് സ്റ്റെപ്പ് റിപ്പീറ്റേഷനായിട്ട് വരും. ഓക്കെ, മൈനസ് 4 പ്ലസ് 4 0 മൈനസ് 9 പ്ലസ് 4 ഇൻറ്റു 3 എന്ന് പറയുന്നതായിരിക്കും 12 ആണ്. മൈനസ് 12 പ്ലസ് 3 എന്ന് പറയുന്നത് 3 ആണ്. അടുത്തെന്ന് പറയുന്നത് 2 പ്ലസ് 4 6 മറ്റേ 0 ആണ്. പിന്നെ ലാസ്റ്റ് റോ 0 ആയതുകൊണ്ട് നമുക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. സെയിം തിങ് ഇവിടെ എഴുതി വെക്കുക കേട്ടോ. കാരണം എന്തുവാണ്, ഇതൊക്കെ സെയിം ആണ്. ആകെ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, 0 3 6 ഇത് മാത്രം നോക്കിയാൽ മതി. മൈനസ് 1 പ്ലസ് 4 ദാറ്റ് ഈസ് 3 അല്ലേ. ആ ഒരു ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യുന്നത് കുറച്ചും കൂടെ ബെറ്റർ. ഇനി അടുത്ത് നോക്കാം അല്ലേ. സോ സെക്കൻഡ് റോയിലോട്ടേക്ക് വരാം. സെക്കൻഡ് റോയിലെ ലീഡിങ് എലമെൻറ്റ് ആരാണ്? 3 ആണ്. ആൻഡ് 3 എന്ന് പറയുമ്പം ആ എലമെൻറ്റ് ആ റോയിൽ നോക്കിയേ, ആ ലീഡിങ് എലമെൻറ്റ് നമുക്ക് വണ്ണാക്കാൻ പറ്റുമോ? നമുക്കിവിടെ ജനറൽ ഫോമിലാണ് വേണ്ടത്. സോ വി ഹാവ് ടു കൺവേർട്ട് ദിസ് ടു റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം. സോ പൈവറ്റ് എലമെൻറ്റ് 1 ആണ്, ലീഡിങ് എലമെൻറ്റ് 1 ആവുന്നതാണ് നല്ലത് നമുക്ക് ആവശ്യത്തിന്.
ഇവിടെ 1 ആക്കാൻ പറ്റുമോ നോക്കുക. ഇവിടെ അപ്പം 1 ആക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ നോക്കുക. ഇല്ല അല്ലേ, രണ്ട് മെട്രിക്സിലെയും ആ റോ എന്ന് പറയുന്ന 3യുടെ മൾട്ടിപ്പിളാണ്. സോ നമുക്ക് സുഖമായിട്ട് മാറ്റാം. സോ R2 ചേഞ്ചസ് ടു എങ്ങനെ 3നെ 1 ആക്കാം, 1/3 3 വെച്ച് 1/3 വെച്ച് ഡിവൈഡ് ചെയ്യാം അല്ലേ. സോ 1 3 1 0 0 1 2 0 0 -3 -6 0 ഇങ്ങനെ വരും. ഇപ്പുറത്ത് എന്താ വരിക, 1 3 1 1 0 1 2 1 0 -3 -6 -3 അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്, അതിന് താഴെ മുകളിലുള്ളവരെ 0 നോക്കുക അല്ലേ. താഴെയുണ്ട് മുകളിലുണ്ട്, ഒറ്റടിക്ക് വേണം മാറ്റാം. അപ്പം എന്താ വരിക, R1 എങ്ങനെ മാറും, R1 ചേഞ്ചസ് ടു R1 -3R2 അല്ലേ. അപ്പം R3യോ, R3 ഇത് പ്ലസ് -3 ആയതുകൊണ്ട് R3 + 3R2 വരും അല്ലേ. സോ ചെയ്യുമ്പോൾ എന്ത് വരും, സെക്കൻഡ് റോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ആദ്യം അത് എഴുതാം. 1 + 0 0 3 -3 0 1 -2 × 3 എന്ന് പറയുന്നത് 6 ആണ്. 1 -6 ദാറ്റ് ഈസ് -5 0 -0 0 എന്ന് വരും. ഇപ്പുറത്തോ 0 -3 + 3 0 -6 + 6 0 0. ഓക്കെ ശരി. ഇപ്പുറത്ത് വരുമ്പോഴോ 0 1 2 1. ഈ ഫസ്റ്റ് 3 പേരും സെയിം തന്നെയായിരിക്കും. ലാസ്റ്റ് അയാളെ മാത്രം നോക്കിയാൽ മതി അല്ലേ. 1 - 3 1 - 3 ദാറ്റ് ഈസ് -2 വരും. താഴെയോ 0 0 ഓക്കെ 0 ആയിരിക്കും അല്ലേ. സോ നമുക്ക് കിട്ടി. നമുക്കിനി എന്ത് ചെയ്യാം, രണ്ടിൻ്റെയും ഇക്വേഷൻ എഴുതി നോക്കാം അല്ലേ. അപ്പോൾ ഇക്വേഷൻ എഴുതുമ്പോൾ എന്താ വരിക, ഫസ്റ്റ് ഇക്വേഷൻ, ഇതിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ x1 x2നാളില്ല -5x3 = 0. ഓക്കെ. രണ്ടാമത്തതോ x2 + 2x3 = 0. ആരായിരിക്കും മക്കളെ ഇതിലെ ഫ്രീ വേരിയബിൾ എന്ന് പറയുന്നത്, ആരായിരിക്കും, ഒബിയസ്ലി x3 ആയിരിക്കും അല്ലേ. കാരണം x3യുടെ കോളത്തിൽ എന്തില്ല, ലീഡിങ് എലമെൻ്റ് ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യേണ്ട, സോ ആ ഒരു ആരെ കോളത്തിലാണ് ലീഡിങ് എലമെൻ്റ് ഇല്ലാത്തത്, അയാളാണ് ഫ്രീ വേരിയബിൾ നമുക്കറിയാം അല്ലേ. സോ ഇവിടുത്തെ വേരിയബിൾ x3 ആയിരിക്കും. അപ്പം ഇവിടെ x1 -5x3 = -2. ഓക്കെ. മറ്റേത് x2 + 2x3 = 1 അല്ലേ. നമുക്കിനി ഇത് റീഅറേഞ്ച് ചെയ്യുമ്പം x1 = 5x3 വരും, x2 = -2x3 വരും. ആൻഡ് x3യോ, x3 തന്നെ, കാരണം നമ്മളാണ് x3ക്ക് വാല്യൂ ഇട്ട് കൊടുക്കുന്നത്. സോ x3 is x3 itself. ഇപ്പുറത്ത് വരുമ്പം x1 = -2 + 5x3, x2 = 1 - 2x3, x3 തന്നെയല്ലേ. നമുക്കിതിന് സൊല്യൂഷൻ ഇടുമ്പോൾ എന്താണ് വരിക, x = x1 x2 x3 അല്ലേ, = 5x3. സ്പ്ലിറ്റ് ചെയ്യേണ്ട വലിയ ഇവിടെ പിന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നില്ല, ചെയ്യാൻ കഴിയും. ആരാണ് കോമൺ, എല്ലാത്തിലും x3 കോമൺ ആണ്. സോ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും, ഇവിടെ 5 - 2 എന്ത് വരും, 5 - 2 1 വരും അല്ലേ. ഓക്കെ. നമ്മളിനി വേണമെങ്കിൽ ഇതിന് നമുക്കൊരു v എന്ന് കൊടുക്കാം അല്ലേ, v എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് വരും, x = v എന്ന് കൊടുക്കുമ്പോൾ എന്ത് വരും, v = 5 - 2 1 കൊടുക്കുകയാണെങ്കിൽ x3v എന്ന് വരും അല്ലേ. x3ക്ക് നമ്മൾ t എന്ന് കൊടുക്കുകയാണെങ്കിൽ it becomes tv. ഓക്കെ. ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുക, സൊല്യൂഷൻ സെറ്റ് ചെയ്തപ്പോൾ x1 = x1 x2 x3 ദാറ്റ് ഈസ് -2 + 5x3 ആണ് x1, 1 - 2x3 ആണ് ആര്, x2, x3 തന്നെ. ഓക്കെ. സോ ഇനി നമുക്ക് എന്ത് ചെയ്യും, ഇത് x3യിലെ ടേംസും ഉണ്ട്, x2യിലെ ടേംസും ഉണ്ട് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ഡയറക്റ്റായിട്ട് ഇടാൻ പറ്റും. ഇവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് പുറത്തെടുക്കാൻ പറ്റില്ല. സോ അത് നമ്മൾ ആദ്യം ഒന്ന് നോക്കുക, വേറെ സ്പ്ലിറ്റ് ചെയ്യുക അല്ലേ. ആദ്യം സാധാ നമ്പേഴ്സ് വരുന്നുള്ള സെറ്റ് എടുക്കാം. ഫസ്റ്റ് റോയിൽ -2 ഉണ്ട്, രണ്ടാമത്തെ റോയിൽ 1 ഉണ്ട്, മൂന്നാമത്തെ റോയിൽ ആരെങ്കിലും ഉണ്ടോ, ഇല്ല അല്ലേ. 0 കൊടുക്കാം. പ്ലസ് x3ൻ്റെ കോളം 5x3 -2x3 x3 എന്ത് വരും, -2 1 0 പ്ലസ് നമുക്ക് x3 കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പം 5 -2 1 വരും അല്ലേ. സോ എന്തായി, സോ നമ്മൾ ഈ ഒരു -2 1 0 ഇതാണ് ആരെന്ന് പറയുന്ന പെർട്ടിക്കുലർ സൊല്യൂഷൻ. സി ഇതെന്ന് പറയുന്നത് ഈ x3 × 5 -2 1 എന്ന് പറയുന്ന ആര് തന്നെയാണ്, ഇതാ x3 × 5 -2 1 നമ്മുടെ ഹോമോജീനസ് പാർട്ടിൻ്റെ സൊല്യൂഷൻ തന്നെയാണല്ലേ. അതിൻ്റെ കൂടെ ആര് വന്നതെന്നുള്ളൂ, -2 1 0 വന്നു എന്നേ ഉള്ളൂ. ആൻഡ് വി കോൾ ദ പെർട്ടിക്കുലർ സൊല്യൂഷൻ അല്ലേ. അപ്പം ഇതെന്ന് പറയുന്ന പെർട്ടിക്കുലർ സൊല്യൂഷൻ, -2 1 0 പെർട്ടിക്കുലർ സൊല്യൂഷനായിട്ട് നമുക്ക് p എന്ന് കൊടുക്കാം അല്ലേ. 5 2 - 1 നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ
5 മൈനസ് ടു 1 വി എന്ന് കൊടുക്കാം, x3ക്ക് പി എന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താടാ, എക്സ് ഈക്വൽ ടു പി പ്ലസ് ടി വി എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എന്താണ്, ഹോമോജീനിയസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ടി വി ആണെങ്കിൽ അതിൻ്റെ നോൺ ഹോമോജീനിയസ് പാർട്ടിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും, പി പ്ലസ് ടി വി ആയിരിക്കും. വേർ പി എന്ന് പറയുന്നത് എന്താണ്, പി ഈസ് ദി പെർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് Ax equal to b. Okay. So this is the way. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇക്വേഷൻസ് ഈ ഒരു രണ്ട് എന്താ പറയുക ഹോമോജീനിയസ് നോൺ ഹോമോജീനിയസ് സൊല്യൂഷൻ നമ്മൾ സോൾവ് ചെയ്യാം കേട്ടോ. ഇത് ഐദർ ചോദിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഏതെങ്കിലും നോൺ ഹോമോജീനിയസ് തരും, അല്ലെങ്കിൽ ഏതെങ്കിലും നോൺ ഹോമോജീനിയസ് അത് സോൾവ് ചെയ്യാനാണ് പറയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, രണ്ടും തന്നിട്ട് സൊല്യൂഷൻ കമ്പയർ ചെയ്ത് നോക്കുമെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം അല്ലേ, സൊല്യൂഷൻ ഓഫ് എന്താ പറയാം ഹിയർ സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, സൊല്യൂഷൻ ഓഫ് നോൺ ഹോമോജീനിയസ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, നോൺ ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈസ് ദി സം ഓഫ് സൊല്യൂഷൻ ഓഫ് ആരുടെയൊക്കെ സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് solution of its അതിൻ്റെ തന്നെ ഹോമോജീനിയസ് സിസ്റ്റം. ഓക്കെ, സൊല്യൂഷൻ ഓഫ് ഇറ്റ്സ് ഹോമോജീനിയസ് സിസ്റ്റം ആൻഡ് പെർട്ടിക്കുലർ സൊല്യൂഷൻ. ഓക്കെ, നമുക്ക് ഇങ്ങനെ വേണേൽ നമുക്ക് പറയാം. പിന്നെ നിങ്ങളുടെ വേർഡ്സിൽ എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇന്നൊരു സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊന്നുമില്ല, ഇത്ര മാത്രം പറഞ്ഞാൽ മതി. മെയിനായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടായാൽ മതി. ഏതൊരു നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എടുക്കുമ്പോഴും അതിലെ എന്താ പറയുക ഒരു പാർട്ട് എന്ന് വെച്ചാൽ നമ്മൾ വേരിയബിൾസിൻ്റെ കൂടെ എഴുതുന്ന പാർട്ടില്ല, ഈ x3 ഇൻറ്റു എന്നല്ല x2 ഇൻറ്റു എന്ന് പറഞ്ഞ് എഴുതുന്നത്, അത് എവിടുത്തെ ആളാണ്, അത് ഹോമോജീനിയസ് സെക്ഷൻ്റെ അതിൻ്റെ ആ സിസ്റ്റത്തിന് തന്നെ ഹോമോജീനിയസ് പാർട്ടിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. ആ എക്സ്ട്രാ വരുന്ന അഡീഷണൽ വരുന്ന കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് നമുക്കവിടെ ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചോളൂ കേട്ടോ. സിമ്പിളാണ്, നമ്മൾ ഇത്രയും പഠിച്ചു തന്നെയാണ്. പുതുതായിട്ട് കാര്യമായിട്ടൊന്നും നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ ജനറൽ സൊല്യൂഷനൊക്കെ നമ്മൾ പഠിച്ചു, അതിൽ നിന്ന് കുറച്ചൊരു ജസ്റ്റ് ഒന്ന് തന്നെ പാരാമെട്രിക് ഫോമിലോട്ടേക്ക് നമ്മൾ മാറ്റി എഴുതുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് അറിയുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ ശരി കേട്ടോ, താങ്ക് യു.